ഇന്ന് ഇൻട്രോ ഒന്നും മറിച്ചില്ല, നേരെ പണിയിലേക്ക്. അന്ന് അയൺ ഫാം ഉണ്ടാക്കിയിട്ട് തന്നെ ബാക്കി കാര്യമുള്ളൂ. അപ്പോൾ അതിൽ ഞാൻ ഫുള്ള് ആവശ്യമുള്ള സാധനങ്ങൾ മൊത്തം എടുത്ത് വെച്ചിട്ട് ഒരു ലാവാ ബക്കറ്റ് ഒഴുകി. ഇവിടെ നമുക്ക് 5x5 ഒരു കുഴി വയ്ക്കണം. അതിന് കുഴിച്ചിട്ടെ. എനിക്ക് പനിയാണ്, അപ്പോൾ കുറച്ച് സൗണ്ടിലൊക്കെ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടാവും, സീനാക്കണ്ട. പറയാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്, തൊണ്ടവേദന, ജലദോഷം ഒക്കെ കിട്ടിയത്. ഇപ്പം എന്തായാലും ഇതാ അങ്ങനെ 5x5 കുളിക്കുക. ബാക്കിയുള്ള 3 ബ്ലോക്ക് കൂടെ ഒഴിവാക്കാം. ഓക്കെ, ഞാൻ ബ്ലോക്ക് മൊത്തം എടുത്തിട്ട് ഇതിന് അടിയിലേക്ക് 8 ബ്ലോക്ക് അടിയിലേക്ക് ഇനി കുഴിക്കണം. ഇവിടെ നിന്ന് താഴത്തേക്ക് ഇനി 8 ബ്ലോക്ക് ഫുള്ളങ്ങ് കുഴിക്കണം. ഓക്കെ, അത് ഫുള്ള് ഞാൻ കുഴിച്ച് ചേർത്തത് ഒക്കെ പെട്ടെന്നാണ്. വെറുതെ കാത്ത് നിൽക്കലൊന്നുമില്ല. ഈ എപ്പിസോഡ് ഇടാൻ നല്ല വൈകിക്കും. പനിയാണ്ടിക്ക് കളിക്കാൻ തലവേനൊക്കെ ആയിട്ട് ഈ ബെഡ് മൊത്തമാണ് നിരത്തി വെക്കണം. ഇതാ ഫുള്ള് പണി ഞാൻ തീർത്തേക്ക്. ബാക്കിയൊന്നും റെക്കോർഡ് ചെയ്യാൻ ഞാൻ നിന്നിയില്ല. എന്തായാലും ഫുള്ള് പണി തീർത്തേക്ക്. അയൺകുളം 2-3 എണ്ണം ഇപ്പോൾ സ്പോണായി. അയണ് തന്നിട്ട് പോയി 41 അയണ് ഇപ്പോൾ ഇതിലുണ്ട്. ഇത് എന്താ കയറുക, പുറത്തേക്ക് കയറുക. അതാ കറക്റ്റ് ടൈമിങ്ങിൽ അയൺകുളം നമുക്കാണ് താഴത്തിന് അടിക്കുമ്പോൾ ആ മൊത്തം സുഖമ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വല്ല തുമ്മലും ചീറ്റലൊക്കെ കേട്ടാൽ ഒന്നും കാട്ടണ്ട കേട്ടോ. പിന്നെ ഞാൻ കുറേ ചെസ്റ്റൊക്കെ അവിടെ അടിക്കിച്ച്. പിന്നെ അത് അവിടെ ഉള്ള ഒരു ചെസ്റ്റ് ഞാൻ പൊട്ടിച്ച് അതിൻ്റെ അത് സാധനമൊക്കെ അവിടെ കൊണ്ടുവച്ചേക്ക്. ഇനി ഈ ചെസ്റ്റും കൂടി അവിടെ പൊട്ടിച്ച് കൊണ്ടുവെക്കണം. എന്തായാലും ഈ കിട്ടിയ 41 അയണോണ്ട് എന്താ പറയുക, ആർമറും ടൂൾസും ഉണ്ടാക്കട്ടെ. ഓക്കെ, ഇൻവെൻട്രി സ്പേസ് ഞാൻ എന്തായാലും ഇപ്പം ഉണ്ടാക്കിയ ആർമറൊക്കെ എടുത്തിട്ടെ. എൻ്റെ സ്കിന്നാരും നോക്കണ്ട, സ്കിന്ന് മാറുന്നില്ല ഗൈസ്. എന്താ അറിയില്ല, മറ്റെന്തോ നെറ്റിൻ്റെ പ്രോബ്ലമാണോ അറിയില്ല. ഞാൻ പക്ഷേ വൈഫൈ ഉണ്ട്, അതൊക്കെ വെച്ചിട്ടാണ് കളിക്കുന്നത്. എന്നിട്ട് മാറ്റാൻ നോക്കിയിട്ട് മാറുന്നില്ല. എൻ്റെ പഴയ സ്കിന്ന് കിട്ടണില്ല. അപ്പോൾ ഒന്നെങ്കിൽ ഈ അലക്സ് വരും, അല്ലെങ്കിൽ സ്റ്റീവ് വരും. അതിൽ ആരെങ്കിലും ഒരാൾ വരുന്നത്. ഞാൻ കുറേ നേരം കാത്തു നോക്കും, പക്ഷേ വരുന്നില്ല. എന്തായാലും ആവട്ടെ. മൈൻക്രാഫ്റ്റിലേക്ക് സ്കിന്ന് വേണോ? വേണ്ട. എന്താ ഈ സാധനങ്ങളൊക്കെ ഒന്ന് ഇറക്കിയൊക്കെ വെറുതെ ഈ ഇൻവെൻട്രിയിൽ സാധനം നിറഞ്ഞെടുക്കുന്നുണ്ടോ പോലെ. ഞാൻ കുറച്ച് നാച്ചുറും മോബ് ലൂട്ടും ഒക്കെ ഇതായി പെട്ടിയിലാണ് കൊണ്ടുവയ്ക്കണത്. പിന്നെ ഒരു പെട്ടിയിൽ ബിൽഡിംഗ് ബ്ലോക്സ്, ഈ എന്താ പറയുക വുഡ്, സ്റ്റോൺ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വേറെ ഒരു പെട്ടിയിൽ. പിന്നെ റാൻഡമായിട്ടുള്ള ബുക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ബുക്ക്. പിന്നെ അതാ ബ്ലാസ്റ്റ് ഫർണസ്, ആ മാപ്പ് ഒക്കെ എന്താ വേറെ റാൻഡം എന്ന് പറഞ്ഞിട്ട് ഇതായി പെട്ടിയിൽ. ഇതിലാണ് അയാണ് കൊണ്ടുവയ്ക്കണേ. അയ്യോ ജലദോഷമാണ്. അപ്പോൾ അതൊന്നും നോക്കണ്ട, സീന. അതെല്ലാവർക്കും എന്താ പ്രശ്നം ആയിക്കുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഓക്കെ, ഞാനിത് എന്തായാലും ഒന്ന് ഇതാക്കട്ടെ. ഓക്കെ, ഗ്രാവല് അത് ഞാൻ മറ്റേ ഫ്ലച്ചിങ് ടേബിൾ ഉണ്ടാക്കാൻ കുറേ ഗ്രാവൽ മൈൻഡ് ചെയ്തു. എത്രയോ ഇതുണ്ടാക്കിന്, എന്താ പറയുക, ഷവല്. ഓക്കെ, ഇനി കിടന്നുറങ്ങാം. ഇനി എനിക്ക് ടൂൾസും കൂടി വേണം. അതിന് ടൂൾസ് ഞാൻ എന്തായാലും ചെയ്യാം. പിന്നെ ഇപ്പം എന്തായാലും വന്നു കയ്യിൽ 8 എണ്ണം. എന്താണ് കുറേ നേരമായല്ലോ. ഞാൻ എന്തായാലും ഈ ടൂൾസ് ഉണ്ടാക്കട്ടെ. ഓക്കെ, ഒരു പിക്കാക്സ്, ഇനി ഒരു ഷവൽ കൂടി. അധിക സാധനങ്ങളൊന്നും വേണ്ട. പിക്കാക്സ്, ആക്സ്, ഷവല്. സോഡ ഉണ്ടാക്കിയിട്ട് വലിയ ഉപകാരം. സോഡ ഒക്കെ ഉണ്ടാക്കാം, ഡയമണ്ടും കാര്യങ്ങളൊക്കെ കിട്ടട്ടെ. ഇപ്പോൾ ഈ അയൺ വെറുതെ വേസ്റ്റ് ആക്കണതിനൊരു ഇതുമില്ല. എന്ത് വേസ്റ്റ് ആക്കല്, ഇപ്പോൾ ഒരു സുഖം പോലെ അയൺ ഫാമായി. നമുക്ക് അയണിൻ്റെ ഒരു ഇതുമില്ല. എന്തായാലും ഈ പെട്ടിയൊക്കെ ഒന്ന് ഞാൻ അവിടെ ഇറക്കട്ടെ. ഇനി എന്താ ചെയ്യാള്, അതും കൂടെ ഉണ്ട് 8. ഓക്കെ,
ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് സ്റ്റോൺ പിക്കാക്സ് പിന്നെ അയണോണി അതൊക്കെ സെറ്റാക്കിയത്. പിന്നെ ഇവിടത്തെ വന്നിക്കോ ഇതുവരെയായിട്ടൊന്നും വന്നു. ഏത് നല്ല സ്ലോ ആണ്. എന്തായാലും നമുക്ക് അയൺ കിട്ടുന്നുണ്ട്. ഓക്കെ, കുറേ AFK എന്നാൽ എന്തെങ്കിലുമൊക്കെ കിട്ടിയിരിക്കും. ഇനി നമുക്ക് കുറച്ച് പ്ലാനിങ് ചെയ്യാണ്ട്. അടുത്ത എപ്പിസോഡിൽ നമ്മളെന്തായാലും മോബ് ഫാമൊക്കെ ഉണ്ടാക്കാൻ പോണേ. അതെന്തായാലും ഇവിടെ ഒരു കുളമോ എന്തോ ഉണ്ട്. അതിൻ്റെ മുകളിൽ ഉണ്ടാക്കുന്നതാണോ അപ്പുറത്തൊരു കടലുണ്ട് അതിൻ്റെ മുകളിൽ ഉണ്ടാക്കുന്നതാണോ നല്ലത്? നിങ്ങളെന്തായാലും കമൻറ്റ് ചെയ്യട്ടോ. അതിൽ ഏതാണ് നല്ലതെന്ന്. എന്നാൽ എനിക്ക് അത് വെച്ചിട്ട് ഉണ്ടാക്കാം. ഒന്ന് ഇവിടെ അല്ല പിന്നെ അപ്പുറത്തുള്ള ഓഷ്യൻ അവിടേക്ക് ഞാൻ ഉണ്ടാക്കുക. അതിൽ ഏതെങ്കിലും ഒന്ന് എനിക്ക് സെലക്ട് ചെയ്യണോ അത് നിങ്ങൾ പറഞ്ഞാൽ. ഓക്കെ, ഇനി ഇതിൻ്റെ അതില്ല പൊട്ടിക്കാം. അപ്പോൾ ഇതൊരു ഭയങ്കര ഷോർട്ട് വീഡിയോ ആണ്. ഇത് ഞാൻ പെട്ടെന്ന് ചെയ്തുകൊണ്ടുള്ള ഒരു ഇതാണ്. എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് ഈ അടുത്തന്നെ വരുന്നേക്ക്. ടാറ്റ ബൈ ബൈ.